രാജാവായും തെരുവുതെണ്ടിയായും നായകനായും ഉപനായകനായും എന്തിന് പ്രതിനായകനായും അങ്ങനെ കാമ്പുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അഭ്രപാളികളെ അടക്കിവാണ അതുല്യ പ്രതിഭ തിക്കുറിശ്ശി സുകുമാരൻ നായർ. കവടിയാർ ജവഹർ നഗറിലെ പത്മശ്രീ തിക്കുറിശ്ശി എന്ന് പ്രൗഢിയോട് ശിലാഫലകം സ്ഥാപിച്ചിരുന്ന മതിൽക്കെട്ടിലിന്ന് ആ പേരില്ല. ഈ ഗേറ്റിനപ്പുറം തിക്കുറിശ്ശിയുടെ ലോകമായിരുന്നു. ഒരു കാലത്ത് പ്രേം നസീറും ഷീലയും അടക്കം മലയാള സിനിമാ ലോകത്തെ അതുല്യ നക്ഷത്രങ്ങളുടെ സംഗമസ്ഥലമായിരുന്നിടം. പ്രിയപ്പെട്ട മകൾ കനകശ്രീയുടെ പേര് നൽകിയ കനകശ്രീവത്സം എന്ന വീട് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. 1989 കനകശ്രീയുടെ അകാല മരണം അദ്ദേഹത്തെ ആകത്തളർത്തിയപ്പോഴും കാഷായ വേഷം ധരിച്ച് ആ മനുഷ്യൻ ഇവിടെയുണ്ടായിരുന്നു. ഏറെക്കാലമായി ആൾതാമസമില്ലാതെ കാടുകയറി അടച്ചിട്ടിരുന്ന വീട് പൂർണ്ണമായും പൊളിച്ചു നീക്കിയത് ഈ അടുത്തിടെയാണ്. തിക്കുറിശ്ശിയുടെ പേരക്കിടാങ്ങളുടെ പേരിലായിരുന്ന കനകശ്രീവത്സം ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനി വാങ്ങിയ ശേഷമാണ് ഇടിച്ചു നിർത്തിയത്. ആ മനുഷ്യന്റെ ഓർമ്മകൾ നിറഞ്ഞ വീട് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് 4 വർഷം മുൻപ് വിവിധ സാംസ്കാരിക സംഘടനകൾ സർക്കാരിനോട് ആവശ്യമുന്നയിച്ചിരുന്നു. മുൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാർ അടക്കം ഇതിനായി നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പരിശ്രമങ്ങളൊക്കെ വിഫലമായിപ്പോയി. ഇന്നിവിടെ അവശേഷിക്കുന്നത് തിക്കുറിശ്ശി തന്നെ നിർമ്മിച്ച കുറച്ച് ശില്പങ്ങൾ മാത്രമാണ്. നാവു ചലിപ്പിച്ച് സംസാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഈ ശില്പങ്ങളൊക്കെ അവരുടെ സൃഷ്ടാവിനെക്കുറിച്ച് ഒരു 100 കഥകൾ നമ്മോട് പങ്കുവച്ചേനെ. ഈ മഴക്കാലത്തോടൊപ്പം കനകശ്രീവത്സം നമ്മുടെ കാഴ്ചകളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പക്ഷേ തിക്കുറിശ്ശി എന്ന അതുല്യ പ്രതിഭ മലയാളികളുടെ മനസ്സിൽ എക്കാലവും ഒരുപോലെ ഓർമ്മയിൽ തിളങ്ങി നിൽക്കും.